ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച്, അതായത് സംഖ്യകളെ കുറിച്ച് നമ്മൾ വളരെ നന്നായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ, നമ്പേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് ബേസ് ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റത്തുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് എക്സാമിന്, അതായത് കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് എന്താ പഠിക്കാനുള്ളത്? എന്താ നമ്പർ സിസ്റ്റം? നമ്പർ, സംഖ്യകളില്ലാതെ നമുക്ക് ജീവിക്കാനേ കഴിയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളൂ. സംഖ്യകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു കാലത്തും നിങ്ങൾക്ക് എന്തില്ല, സംഖ്യകളില്ലാത്ത ഒരു ലോകം എന്താണ് എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ല. എല്ലാ കാര്യത്തിലും സംഖ്യകൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എന്താണ് മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ്, അതുപോലെ തന്നെ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജീവജാലങ്ങളെ എല്ലാം സംബന്ധിച്ചിടത്തോളം സംഖ്യകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് സംഖ്യകളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സംഖ്യകൾ 1, 2, 3, 4 എന്തുണ്ട്, അല്ലെങ്കിൽ 0, 1, 2, 3, 4, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, അങ്ങനെയല്ല. നമുക്ക് കുറേ വെറൈറ്റി ഓഫ് നമ്പേഴ്സ്, അതായത് നമുക്ക് പലതരത്തിലുള്ള നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്പർ സിസ്റ്റത്തിന് ആദ്യം നമുക്ക് പ്രധാനമായിട്ടും 2 പാർട്ടുകളായിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രധാനമായിട്ട് ഒന്ന് റിയൽ നമ്പേഴ്സ് എന്നും 2 ഇമാജിനറി നമ്പേഴ്സ് എന്നും പറയാം. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറയും. ആദ്യം ഞാൻ കുറച്ച് ബേസ് പറയുകയാണ്, അതിനുശേഷം എന്താണ് റിയൽ നമ്പേഴ്സ്, എന്താണ് ഇമാജിനറി നമ്പേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ റിയൽ നമ്പേഴ്സുമുണ്ട്, ഇമാജിനറി നമ്പേഴ്സുമുണ്ട്. ഇനി എന്താ, വീണ്ടും നമുക്ക് റിയൽ നമ്പേഴ്സിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ 2 നമ്പേഴ്സ് ഒന്നുണ്ട്, നമുക്ക് റിയൽ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇമാജിനറി നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ റിയൽ നമ്പേഴ്സിനെ എന്ത് ചെയ്തു, വീണ്ടും 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒന്ന് റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇനി വീണ്ടും നോക്കിക്കേ, റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും ഇവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. ഈ റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഇൻഡിജേഴ്സ് എന്നും 2 ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽസ് എന്നും പറയുന്നു. നമ്പർ സിസ്റ്റത്തിൽ എവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നത്? 2 തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് റിയൽ നമ്പേഴ്സ് ഉണ്ട്, അടുത്തത് ഇമാജിനറി നമ്പേഴ്സ് ഉണ്ട്. റിയൽ നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻഡിജേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഇൻഡിജേഴ്സ് എന്നും ഫ്രാക്ഷൻസ് എന്നും. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഡെസിമൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബാക്കിയുള്ളതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലേ? അപ്പം നമുക്ക് എന്താ, പേരുകളാണ് വിഷമമാക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഇനി ഇൻഡിജേഴ്സിനെ, അപ്പോൾ ഇവിടെ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. ഇൻഡിജേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഒന്ന് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. എന്താണ്, നമുക്ക് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് 0 ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട്. അപ്പോൾ ഇൻഡിജേഴ്സിനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു, 0 എന്ന് പറഞ്ഞു, നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നു. ഇനി ഞാൻ ഫ്രാക്ഷൻസിനെ പ്രധാനമായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഒന്ന് ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസ്. എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എന്താണ് ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നു. പിന്നെന്താ പറയാൻ പോകുന്നത്, നോൺ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ റിപ്പീറ്റിംഗ് ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വീണ്ടും നോക്കിക്കേ, ഈ കാണുന്ന പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ വീണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം. ഈ പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കിക്കോ, ഹോൾ നമ്പേഴ്സ് വരും. ഹോൾ നമ്പേഴ്സ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹോൾ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ട്, പ്രൈം നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നോക്ക്, എന്താണ് നമ്മുടെ പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്
ഒന്ന് ഹോൾ നമ്പേഴ്സ് എന്നും അടുത്തത് നാച്ചുറൽ നമ്പേഴ്സ് എന്നും പറഞ്ഞു. ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ല. എന്തായിരിക്കും 0, 1, 2, 3 പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി 1, 2, 3, 4 പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ അതിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചു. എന്തൊക്കെയാണ്? കുറച്ച് പ്രൈം നമ്പേഴ്സും ഉണ്ട്, കുറച്ച് കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ട്. എന്തുണ്ട്? പ്രൈം നമ്പേഴ്സും ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ട് അല്ലേ. ഇനി ഈ പ്രൈം നമ്പേഴ്സിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഈ കോപ്രൈം എന്ന് പറയുന്ന നമ്പേഴ്സ്, അതായത് എന്താണെന്ന് പറയാം നമുക്ക് കേട്ടോ. കോപ്രൈം നമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ട്വിൻ പ്രൈം നമ്പേഴ്സും ഉണ്ട്. ട്വിൻ പ്രൈം നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓഡ് ഈവൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓഡ് ഈവൻ അതുപോലെയുള്ള നമ്പേഴ്സ് എല്ലാം എവിടെയാണ് വരുന്നത്? ഈ നാച്ചുറൽ നമ്പേഴ്സിനകത്താണ് വരാൻ പോകുന്നത് കേട്ടോ. ഈ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനകത്താണ് വരാൻ പോകുന്നത് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന വേറെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അത് നമുക്ക് അല്ലാതെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല. എന്ത് ചെയ്തു? നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട നമ്പർ സിസ്റ്റമാകത്തിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്നും ഇമാജിനറി നമ്പേഴ്സ് എന്നും പറഞ്ഞു. ഈ റിയൽ നമ്പേഴ്സിനെ വീണ്ടും നമ്മൾ എന്തായിട്ട് തിരഞ്ഞെടുത്തു? രണ്ടായിട്ടല്ലേ. ഒന്ന് റാഷണൽ എന്നും ഇറാഷണൽ എന്നൊക്കെ പറഞ്ഞു. ഇനി റാഷണൽ നമ്പേഴ്സിനെ ഇൻഡിജേഴ്സ് എന്നും ഫ്രാക്ഷൻസ് എന്നും പറഞ്ഞു. ഇൻഡിജേഴ്സ് ആണ് പ്രധാനമായിട്ടും പോസിറ്റീവ് ഇൻഡിജേഴ്സ്, നെഗറ്റീവ് ഇൻഡിജേഴ്സും 0 ഒക്കെ വരുന്നു. ഫ്രാക്ഷൻസ് ആണെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്താണ് നോൺ റിപ്പീറ്റിംഗ് ഉണ്ട്, അടുത്തത് എന്താണ് റിപ്പീറ്റിംഗ് ഉണ്ടല്ലേ. അതായത് അല്ലെങ്കിൽ എന്താണ് ടെർമിനേറ്റിങ്ങും നോൺ ടെർമിനേറ്റിംഗും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്നും നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിനകത്താണ് ആര് വരുന്നത്? ഈ പറയുന്ന ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഒക്കെ വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പ്രൈം നമ്പേഴ്സ് എന്നും പറയാം, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നും പറയാം. ഈ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് വളരെ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് പഠിക്കാനുണ്ട്. പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഈ പ്രൈം നമ്പേഴ്സിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന് കോപ്രൈം എന്നും രണ്ട് ട്വിൻ പ്രൈം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്താണ് സംഭവം നമുക്ക് നോക്കാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാജിനറി നമ്പേഴ്സും വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു നമ്പർ ലൈനും വെച്ചിട്ടുണ്ട്. നമ്പർ ലൈൻ കണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഒരു നമ്പർ ലൈൻ ഉണ്ടായിരിക്കും. ഈ നമ്പർ ലൈനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. നോക്ക്, ഈ നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഈ നമ്പർ ലൈനിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ നമ്പർ ലൈനിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എന്തൊക്കെ പറയാം? ഇപ്പൊ നെഗറ്റീവ് -10 വേണമെങ്കിൽ പറയാം. അതുപോലെ 5, 0, 2, 3 ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നമ്പേഴ്സും പറയാൻ പറ്റും. അതുപോലെ തന്നെ √1 അല്ലെങ്കിൽ √2 ഈ വാല്യൂസ് എല്ലാം നമുക്ക് എന്താണ് ഇതിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പർ ലൈനിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ വാല്യൂസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് അതുപോലെ ഡെസിമൽ ആണെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ സാധനം ഇപ്പോൾ ഉദാഹരണത്തിന് 0.5 വേണമെങ്കിൽ പറയാൻ പറ്റും. 0.5 ഒക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് 0.5, ഇതാണ് 0.5 എന്ന് പറയുന്നത്. ഇപ്പോൾ √2 ഒക്കെ ആണെന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ്? 1 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ 1, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് √2 ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ റൂട്ട് നമ്പേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. അതായത് ഒരു നമ്പർ ലൈനിൽ കൃത്യമായി നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? റിയൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ഫ്രാക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരും കേട്ടോ. ഇപ്പൊ 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷനും അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും, ഇപ്പോൾ ഫ്രാക്ഷൻസ് ആവട്ടെ, റൂട്ട് നമ്പേഴ്സ് ആവട്ടെ, നെഗറ്റീവ് നമ്പേഴ്സ് ആവട്ടെ, പോസിറ്റീവ് നമ്പേഴ്സ് ആവട്ടെ, എല്ലാം എവിടെ വരും? നമ്മുടെ റിയൽ നമ്പേഴ്സിനകത്ത് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇമാജിനറി നമ്പർ എന്താ? ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √−4 എന്നോ അല്ലെങ്കിൽ √−3 എന്നോ അല്ലെങ്കിൽ √−7 എന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരിക്കലും നമുക്ക് ഒരു പെർഫെക്റ്റ് വാല്യൂ കിട്ടാത്ത നമ്പേഴ്സ് ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരിക്കലും എന്തില്ല റൂട്ടിനകത്ത് -4 എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഒരു കാലത്തും. എന്താണ്? ഇപ്പൊ വെറും √4 ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. √4 ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് എത്രയെന്ന് പറയാൻ പറ്റും? നമുക്ക് 2 എന്ന് പറയാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? -4 ആവുമോ? -4 ആവില്ല. അപ്പൊ നമ്മൾ ഇതിനെ പറയുന്നത് ഇമാജിനറി നമ്പേഴ്സ് എന്നാ പറയുന്നത് ഇമാജിനറി നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്നും ഇമാജിനറി നമ്പേഴ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നമ്പറിനെ കുറിച്ച് കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു?
കോംപ്ലക്സ് നമ്പർ. നമ്മൾ നേരത്തെ നമ്പർ സിസ്റ്റം പറഞ്ഞപ്പോൾ ഇവിടെ എങ്ങും എന്ത് വന്നിട്ടില്ല, കോംപ്ലക്സ് നമ്പേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ പറയുമ്പോഴത്തേക്കും ഒരു കോംപ്ലക്സ് നമ്പർ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പോണേ. എന്താണ് കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയാൻ പോകുമ്പോഴത്തേക്ക് അവിടെ റിയൽ നമ്പേഴ്സിന്റെ പാർട്ടും ഇമാജിനറി നമ്പേഴ്സിന്റെ പാർട്ടും കൂടെ ചേർത്ത് പറയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് എന്ന് പറയുന്ന ഇതിലാണ്. ഇസഡ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സും അതുപോലെ തന്നെ ഇമാജിനറി നമ്പേഴ്സും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നു ഇസഡ് ഈക്വൽ ടു ഇപ്പോൾ എ പ്ലസ് ഐ ബി എന്നാണ് ഞാൻ പറയുന്നത്. ഇസഡ് ഈക്വൽ ടു ഇപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇനി ഞാൻ അതിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണെങ്കിൽ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാ പറയുന്നത്. അപ്പോൾ ഇതെന്താ, ഇത് നമ്മളെ റിയൽ നമ്പറിന്റെ പാർട്ടാണ് എ എന്ന് പറഞ്ഞ സാധനത്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഐ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമാജിനറി പാർട്ട്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, ഈ കോംപ്ലക്സ് നമ്പറും പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ റിയൽ നമ്പേഴ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് നമ്പർ സിസ്റ്റം, അതായത് പ്രധാനമായിട്ടും സംഖ്യകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന് റിയൽ നമ്പേഴ്സ് എന്നും രണ്ട് ഇമാജിനറി നമ്പേഴ്സ് എന്നും. അല്ലേ, എന്താണ് റിയൽ നമ്പേഴ്സ്, എന്താണ് ഇറ്റ് ക്യാൻ ബി എന്താണ് ഡിറ്റർമിൻ ഇൻ നമ്പർ ലൈനിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് റിയൽ നമ്പേഴ്സ് എന്നും. നമ്പർ ലൈനിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണെങ്കിൽ അത് ഇമാജിനറി നമ്പേഴ്സും ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇസഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇസഡ് എന്നും പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞത്, കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു റിയൽ നമ്പറും ഒരു ഇമാജിനറി നമ്പറും കൂടെ ചേരും. ഏത് ഓർഡറിലാണ്, ഇസഡ് ഈക്വൽ ടു, ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് കോംപ്ലക്സ് നമ്പറാണ്. ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന റിയൽ നമ്പർ പാർട്ടും ഐ ബി എന്ന് പറയുന്ന നമ്മുടെ ഇമാജിനറി പാർട്ടും കൂടെ ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്, ഒരു കോംപ്ലക്സ് നമ്പറായി മാറുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ജസ്റ്റ് എന്താണ് ഈ കോംപ്ലക്സ് നമ്പർ, എന്താണ് നമ്മൾ ഈ നമ്പർ സിസ്റ്റം പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ കോംപ്ലക്സ് നമ്പർ കൂടി നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് റിയൽ നമ്പേഴ്സിനെ പറ്റി പറയാം. നോക്കൂ, റിയൽ നമ്പേഴ്സിനെ ഞാൻ രണ്ട് തരത്തിലാണ് പറഞ്ഞത്. ഒന്ന് റാഷണൽ നമ്പേഴ്സ് എന്നും രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് എന്നും. റാഷണൽ നമ്പേഴ്സും പറഞ്ഞു, ഇറാഷണൽ നമ്പേഴ്സും പറഞ്ഞു. എന്താണ് റാഷണൽ നമ്പേഴ്സ്, എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു P/Q ഫോർമാറ്റിൽ എഴുതുന്നു എന്ന് വിചാരിച്ചോളൂ. ഒരു P/Q ഫോർമാറ്റെന്നോ അല്ലെങ്കിൽ A/B ഫോർമാറ്റിലോ നമ്മൾ എഴുതുമ്പോൾ, ഈ സംഖ്യ എഴുതുമ്പോൾ ഇതിനൊരു സ്പെസിഫൈഡ് കൃത്യമായ ഒരു വാല്യൂ ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്നു, നോക്കുക, 10/2 എന്ന് പറഞ്ഞു, ഇതിനൊരു വ്യക്തമായ വാല്യൂ ഉണ്ട് 5 അല്ലേ. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എന്താണ് 3/4 എന്ന് പറഞ്ഞു, 3/4 എന്ന് പറഞ്ഞു. 3/4 എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിനെന്ത് പറയാം, 0.75 എന്ന് പറയുന്ന വ്യക്തമായൊരു വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞു, 1/2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, അതിനകത്ത് 0.5 എന്ന് പറയുന്ന ഒരു വ്യക്തമായ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ട, ഇതുപോലെ P/Q ഫോർമാറ്റിൽ നമ്മൾ എഴുതുമ്പോൾ P/Q എന്താവാൻ പാടില്ല, Q ഒരിക്കലും എന്താവാൻ പാടില്ല, നോട്ട് ഈക്വൽ ടു 0. Q എന്താവരുത്, 0 ആവാത്ത കണ്ടീഷനിൽ ഇതുപോലെ എഴുതുമ്പോൾ ഒരു കൃത്യമായ വാല്യൂ നമുക്ക് വരുന്നു എങ്കിൽ, ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെ എല്ലാം നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പം നമുക്ക് ഇറാഷണൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവും.
അപ്പോൾ എന്താണ് ഇപ്പം റാഷണലിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താണ് 2, 3, 4 നമ്മളെ കൗണ്ടിങ് നമ്പേഴ്സ് ഇതെല്ലാം എന്താ തന്നെയാണ് റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം എന്ത് തന്നെയാണ് റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഇത്രയേ ഉള്ളൂ ഒരു പി ബൈസ്. ഇതിന്റെ ഒരു കൃത്യമായ ഡെഫിനേഷനാണ് ഞാൻ പറയുന്നത്. ഒരു പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതുന്നു, അവിടെ എന്താവാൻ പാടില്ല, ക്യൂ നോട്ട് ഈക്വൽ ടു 0. ക്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു വ്യക്തമായ വാല്യൂ നമുക്ക് അതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്തായി റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറാഷണൽ നമ്പേഴ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ പൈ എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പൈ നമ്മൾ കൂടുതലും നമ്മൾ പഠിക്കുമ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും 22/7 അല്ലേ പൈയുടെ വാല്യൂ? അങ്ങനെയാണെങ്കിൽ പി ബൈ ക്യൂ എന്ന് പറയുന്ന മെത്തേഡിൽ എഴുതാൻ നമുക്ക് പറ്റില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ശരിക്കുള്ള പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14285 ഓൺ എക്സെട്രാ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ ആണ് എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്പെസിഫൈ ചെയ്ത് എവിടെയും നമ്മളിത് നിൽക്കത്തില്ല, ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറാഷണൽ നമ്പേഴ്സ്. ഏത് പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാലും പി ബൈ ക്യൂ ഫോർമാറ്റിൽ ഇവിടെ എന്താവാൻ പാടില്ല, ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാലും ഇതെന്ത് ചെയ്യരുത്, ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ. ഇപ്പോൾ പൈയുടെ വാല്യൂ സത്യം പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് 3.14 എന്നാണ്. അത് എന്താണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3.14 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള സംഭവം എന്തുവാ, നമ്മുടെ ശ്രീനിവാസ രാമാനുജൻ 100 ഡെസിമൽ പ്ലേസ് വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 100 ദശാംശ സ്ഥാനങ്ങൾ വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി കണ്ടെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ അറ്റം വരെ നമ്മൾ എത്തിയിട്ടില്ല. അപ്പം നമുക്ക് എന്തെന്ന് പറയാം, അത് ഒരു എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഇത് അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ഇതുവരെ ഇതിൻ്റെ ഒരു എൻഡോ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് കണ്ടെത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ തന്നെ വീണ്ടും വേണമെങ്കിൽ എനിക്ക് പറയാം എന്തെന്നാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ നമ്പർ പറയാണ് 0, 1, 2, 3, 4 എക്സെട്രാ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും ഇത് എന്ത് തന്നെയാണ്, ഇറാഷണൽ നമ്പേഴ്സ് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. റിയൽ നമ്പേഴ്സിലേക്ക് നമ്മൾ എത്തി. പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ക്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. പക്ഷേ നമുക്കൊരു കൃത്യമായ ആൻസർ തന്നെ നമുക്ക് ലഭിക്കുന്നു എങ്കിൽ, കൃത്യമായിട്ട്, അതായത് ഇങ്ങനെ എക്സ്റ്റൻഷൻ പോവാതെ കൃത്യമായ ഒരു വാല്യൂ തന്നെ നമുക്ക് ലഭിക്കുന്നു എങ്കിൽ, വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. പി ബൈ ക്യൂ ഫോർമാറ്റ് ഇപ്പം നമുക്ക് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, 0 ഇതെല്ലാം നമുക്ക് എന്ത് പറയാം, റാഷണൽ നമ്പേഴ്സിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരിക്കലും അവസാനിക്കുന്നില്ല, അനന്തമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്. ഒരു കൃത്യമായ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനത്തെ സാധനം നമ്മൾ റൗണ്ട് ചെയ്താണ് സാധാരണ, അപ്രോക്സിമേറ്റ്ലിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വാല്യൂസിനൊക്കെ പറയുന്നത്. പൈ ഈക്വൽ ടു എന്ന് പറയുന്നത് 3.14 എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വൽ അല്ല, ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, നമ്മൾ റിയൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇൻഡിജേഴ്സ് ഉണ്ടല്ലേ, എന്തൊക്കെ ഇൻഡിജേഴ്സാണ് ഉള്ളത്, നമുക്ക് കൃത്യമായി റാഷണൽ നമ്പേഴ്സിനെ തന്നെ പ്രധാനമായിട്ടും രണ്ടായി നമുക്ക് തരംതിരിക്കാൻ പറ്റും. റാഷണൽ നമ്പേഴ്സിനെ പ്രധാനമായി രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഇൻഡിജേഴ്സ് എന്നും അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽ ഉള്ള നമ്പേഴ്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ രണ്ടായി നമ്മൾ തരംതിരിക്കാൻ പോകുന്നു. ഇൻഡിജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, എന്താണ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യമായ ധാരണ വേണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, അതിനകത്ത് പോസിറ്റീവ് ഉണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു നമ്പർ ലൈനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവാം. ഈ നമ്പർ ലൈനിൽ
ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സും, റൈറ്റ് സൈഡിലേക്ക് പോകുന്നതെല്ലാം ആര്? പോസിറ്റീവ് നമ്പേഴ്സും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ആര്? അതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സുമായിരിക്കും. എന്നാൽ ഇവയെ വേർതിരിക്കുന്ന 0 എന്ന് പറയുന്ന സാധനം പോസിറ്റീവോ അല്ല നെഗറ്റീവോ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന നമ്പേഴ്സിനെ എല്ലാം നമ്മൾ പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിസംഖ്യകൾ എന്നാണ് പറയുന്നത്. അതിസംഖ്യകൾ, അതിസംഖ്യകൾ എന്നാണ് പറയുന്നത് കേട്ടോ. അതിസംഖ്യകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് നമ്പേഴ്സ് എന്നും, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. ന്യൂനസംഖ്യകൾ, ന്യൂനസംഖ്യകൾ എന്നാണ് അതിനെ എന്ത് ചെയ്യുന്നത്? മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചും പോസിറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചും പറഞ്ഞു. ഇവയെ വേർതിരിക്കുന്നത് ആര്? ഇന്ത്യ കണ്ടുപിടിച്ച, നമ്മുടെ ഭാരതീയർ കണ്ടെത്തിയ 0യാണ് നെഗറ്റീവിനെയും പോസിറ്റീവിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതായത് ഇവൻ എന്തല്ല? നെഗറ്റീവോ പോസിറ്റീവോ അല്ല. 0 എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? നെഗറ്റീവോ പോസിറ്റീവോ അല്ല. ഇവരെ വേർതിരിക്കുന്ന ഒരു ഘടകമാണ് ആരെന്ന് പറയുന്നത്? 0 എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇൻഡിജേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻഡിജേഴ്സ്, പ്രധാനപ്പെട്ട ഇൻഡിജേഴ്സ് എന്തൊക്കെയാ? ഒന്ന് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഡിജേഴ്സ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. സാധാരണ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ, ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനെയും കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇത് വളരെ ബേസ് ആയിട്ടുള്ളതാണ്. ഇത് എന്താണ്? കൊച്ചു ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. ഇന്നും ഇത് കൃത്യമായി അറിയാത്തവരുണ്ട്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻസ് കൃത്യമായി അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് പറയാം. അറിയാമെന്നുള്ളവരായാലും ശരി തന്നെ, അറിഞ്ഞൂടാത്തവരാണെങ്കിലും ശരി തന്നെ, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വളരെ ഈസിയാണ്. പക്ഷേ എന്നാൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന സമയത്താണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാൻ പോകുന്നു. ഇപ്പോൾ നോക്കാം, 4 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് എത്ര എഴുതും? 2 എന്ന് എഴുതും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ 2 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പറ്റുമോ? ഇല്ല. 2 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ്? 2 ൽ 4 കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ? പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ. 4 ൽ 2 കുറയ്ക്കാൻ പറ്റും. 4 ൽ 2 കുറയ്ക്കുക. അപ്പം എന്ത് ചെയ്തു? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? മൈനസ് ചെയ്യാൻ പോകുന്നു. അതായത് 4 ൽ 2 കുറയ്ക്കാൻ പോകുന്നു. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു. 4 ൽ 2 കുറയ്ക്കുമ്പോൾ എനിക്ക് ഉത്തരം എത്ര കിട്ടും? 2 എന്ന് കിട്ടും. പക്ഷേ ഇതുപോലെയാണോ ഇത്? അല്ല. ഇവിടെ എന്താ? 2 നിന്നാണ് 4 കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന സിമ്പൽ എന്താണോ ആ സിമ്പൽ അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പം ഞാൻ പറയുകയാണ് -5 + 2, -5 + 2. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്. നോക്കിക്കേ, ഇവിടെ ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു. വലുതിൻ്റെ സിമ്പൽ എന്താണോ അത് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് അല്ലേ? അപ്പം എന്ത് ചെയ്തു? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വലുതിൻ്റെ ചിഹ്നമായ നെഗറ്റീവ് എടുത്തിട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇപ്പം നോക്കിക്കേ, -5 + 2. വലിയ നമ്പർ ആരാ? 5 ആണോ 2 ആണോ വലുത്? 5 ആണ് വലുത്. നിങ്ങൾ നെഗറ്റീവ് നോക്കണ്ട. 5 ആണോ 2 ആണോ വലുത്? അത് 5 ആണ് വലുത്. 5 ൽ 2 കുറയ്ക്കുന്നു. എത്ര കിട്ടി? 3. എന്നിട്ട് വലുതിൻ്റെ സിമ്പൽ എന്തുവാ? മൈനസ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കാം, എനിക്കിങ്ങനെയാണ് -10 + 2 -3 -8 + 10. ഇങ്ങനെ നമുക്ക് കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നു എന്ന് വിചാരിച്ചു.
ഇത്രയും സംഖ്യകളുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒരു സംഭവമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാൽക്കുലേഷൻ നമ്മൾ പഠിക്കും. നമ്മൾ ബോർഡ് മാത്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിക്കും കേട്ടോ. ബോർഡ് മാത്സ് എന്ന് പറയുന്ന ഒരു ഓർഡർ, അതായത് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു ഓർഡർ നമ്മൾ പഠിക്കും കേട്ടോ. അത് പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന കേസ് ഇത്രയേ ഉള്ളൂ. നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പോകുന്നു. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നോക്കിയറിയാം. ഇത് നെഗറ്റീവാ, ഇത് പോസിറ്റീവ്. എങ്ങനെ മനസ്സിലാക്കും നെഗറ്റീവാണോ പോസിറ്റീവ് ആണെന്നോ? തൊട്ടു മുന്നിലുള്ള സിമ്പലോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, സംഖ്യകളെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ സംഖ്യകൾക്ക് തൊട്ടു മുമ്പുള്ള സിമ്പലോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ നെഗറ്റീവ് ഉണ്ട് എങ്കിൽ എന്തായിരിക്കണം, അത് നെഗറ്റീവ് ആയിരിക്കും. സിമ്പൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് തന്നെ വിചാരിക്കണം, അത് പോസിറ്റീവ് ആണെന്ന് തന്നെ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, നമ്മൾക്ക് ഇതൊരു നെഗറ്റീവ് നമ്പറാണ്, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ? അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വലിയ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ കൺസെപ്റ്റ് എന്താ പറഞ്ഞത്, വ്യത്യസ്ത ചിഹ്നങ്ങളാണ് എങ്കിൽ. ഇതിനെ മൂന്നിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മൂന്നെണ്ണത്തിനെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതേ പറയുന്നുള്ളൂ. നമ്മൾ പ്രോബ്ലം ചെയ്തത്, വ്യത്യസ്ത ചിഹ്നങ്ങളാണ് എങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നു. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കുന്നു, എന്നിട്ട് എന്ത് കൊടുക്കുന്നു, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നു. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഇനി നമ്മൾ നേരത്തെ അടുത്തതിലേക്കാണ് പോകുന്നത്. അടുത്തതിലേക്ക് പോകുമ്പോൾ എന്തെന്ന് പറയും, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. എൻ്റെ കയ്യിൽ -5 ഉണ്ട്, -4 ഉണ്ട്. സമയം എത്രയടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, 5 + 4 ആണ് എന്നെങ്കിലോ? 5 + 4 ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചു. നമ്മൾ എത്രയെന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മൾ 9 ആണ്. 5ഉം 4ഉം കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും, 9 ആണ് എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് പഠിച്ചവരാണ് അല്ലേ. 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 9 കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുപോലെ തന്നെ 4ഉം 3ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 7 കിട്ടുമെന്ന് അറിയാം. ഓക്കെ, ഇത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണല്ലേ. രണ്ടും കൂടെ കൂട്ടി എന്നിട്ട് കൊടുത്തു, പോസിറ്റീവ് ഇട്ട് കൊടുത്തു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നു, -5 -4. -5ൽ നിന്ന് -4 കുറയ്ക്കണം. -5ൽ നിന്ന് 4 കുറയ്ക്കണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 5ഉം 4ഉം 9. എന്നിട്ട് എന്തിട്ട് കൊടുക്കും, -9 ഇട്ട് കൊടുക്കും. ഞാൻ ഈ നമ്പർ ലൈനിൽ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകണം. അപ്പം നിങ്ങൾക്ക് സെറ്റ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നമ്പർ ലൈനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാനൊന്ന് കാണിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളത് -5 ഇവിടെയാണ് ഇരിക്കുന്നത്. -5ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. 4 മൈനസ് ഈ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂ കുറഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം 1 കുറച്ചു, 2 കുറച്ചു, 3 കുറച്ചു, 4 കുറച്ചു. എന്തെന്ന് കിട്ടി, -9 എന്ന് കിട്ടി. കണ്ടോ, ക്ലിയർ ആയില്ലേ, സെറ്റ് ആയില്ലേ? അപ്പം നോക്കിക്കേ, ഞാൻ പറയണം -10 -20 എന്ന് പറഞ്ഞാൽ നമ്മൾ -30 എന്ന് എഴുതും. -3 -7 എത്ര എന്ന് എഴുതും, -10 എന്ന് എഴുതും. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടുക, അതേ സിമ്പിൾ ഇട്ട് കൊടുക്കുക. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ കൂട്ടുക, അതേ സിമ്പിൾ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ വലിയ പ്രോബ്ലം നമുക്ക് ചെയ്യണം അല്ലെ. നിങ്ങൾ നോക്കിക്കേ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നവും. ഇനി ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ചിഹ്നങ്ങളാണ് എങ്കിൽ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് അതേ സിമ്പിൾ ഇട്ട് കൊടുക്കും. തന്നെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, വീണ്ടും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇത് ചെയ്യാനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. എളുപ്പവഴി, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് തീർക്കണം. ആദ്യത്തെ സ്റ്റെപ്പ്, പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടുക. ഇവിടെ എത്ര പോസിറ്റീവ് സംഖ്യകളാണ് ഉള്ളത്, 2 പോസിറ്റീവ് സംഖ്യകൾ. അപ്പോൾ +2 കൂട്ടി +10 കൂട്ടി അല്ലേ. 2 പോസിറ്റീവ് സംഖ്യകളാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, എനിക്ക് 12 എന്ന് കിട്ടി, ഞാൻ വെച്ചു. ഓക്കെ, ഇനി അടുത്തുള്ളത് ഇവിടെ -10 -3 -8. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. -10ഉം -3ഉം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും, -13 കിട്ടും. -13ഉം -8ഉം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും, -21 കിട്ടും. അപ്പോൾ ഇനി എന്ത് എഴുതുക, -21 എഴുതുക. ഇനി നമ്മൾ പഠിച്ച സ്റ്റെപ്പായി. വ്യത്യസ്ത ചിഹ്നങ്ങൾ ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. എത്ര കിട്ടും, -9 എന്ന് കിട്ടും. സെറ്റായില്ലേ?
സെറ്റായില്ലേ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇവിടെ എന്താ വേറെ ഒന്നും ചെയ്യില്ല. പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടുക എഴുതുക, നെഗറ്റീവ് എല്ലാം കൂടെ കൂട്ടുക എഴുതുക, വലുതും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചും നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചും നമ്മൾ ഇൻഡിജേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, പിന്നെ സീറോയും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സീറോ എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ അല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് പോസിറ്റീവ് നമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു? അഡീഷൻ ചെയ്യാനും സബ്ട്രാക്ഷൻ ചെയ്യാനും വേണ്ടി നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടുക, അതേ ചിഹ്നം കൊടുക്കുക. ഇനി വ്യത്യസ്ത ചിഹ്നങ്ങളാണ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചതിന് ശേഷം വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. എന്താ ഞാൻ പറയാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. നമുക്കിതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഞാൻ എന്ത് മാത്രമേ പറയുള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ്റെ റൂള് മാത്രമേ പറയുള്ളൂ. ഡിവിഷൻ്റെ റൂള് ഞാൻ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും ഞാൻ പറയില്ല. ഡിവിഷൻ്റെ റൂള് ഞാൻ പറയാത്തതിൻ്റെ കാര്യം മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എന്താണോ അത് തന്നെയാണ് ആരുടെ റൂൾ എന്ന് പറയുന്നത്? ഡിവിഷൻ്റെ റൂള്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താണോ അത് തന്നെയാണ് ആരുടെ റൂള്? ഡിവിഷൻ്റെ റൂളും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിത് ആദ്യം ചെയ്യാൻ പോണ കേസ് എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു മെത്തേഡിനെ പറ്റി പറയാം. എനിക്കറിയാം ഈ 5 × 3 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടുമെന്ന് പറയാം. അതായത് രണ്ട് പോസിറ്റീവ്, ആദ്യത്തത് പോസിറ്റീവ് ഇൻറ്റു രണ്ടാമത്തതും പോസിറ്റീവും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? നമ്മൾ പോസിറ്റീവേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ ചോദ്യം മാറ്റുന്നു, ഇങ്ങനെ ആക്കാൻ പോകുന്നു. -5 × -3 എന്നാക്കി. അപ്പം നിങ്ങൾ പറയും എന്താണ് പോസിറ്റീവും കൂടെ ഗുണിച്ചപ്പോൾ പോസിറ്റീവ് കിട്ടി, എന്നാൽ നെഗറ്റീവും കൂടെ ഗുണിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടി എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ -5 -3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? -15 അല്ല, എന്ത് കിട്ടണം? +15 കിട്ടണം. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ നമ്മളൊരു നെഗറ്റീവും പിന്നൊരു നെഗറ്റീവും കൂടെ ഗുണിച്ചു. അപ്പം നമുക്ക് ഉത്തരമായിട്ട് എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരൂ. അപ്പം ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ, പോസിറ്റീവും തമ്മിൽ ഗുണിച്ചാലോ നെഗറ്റീവും തമ്മിൽ ഗുണിച്ചാലോ ഉത്തരം എന്ത് വരണം? അവിടെ പോസിറ്റീവ് വരണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ, നെഗറ്റീവും തമ്മിൽ ഗുണിക്കുന്നു, പോസിറ്റീവും തമ്മിൽ ഗുണിക്കുന്നു, ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവായിരിക്കണം. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ എന്തായിരിക്കാം? ഞാൻ പറയുന്നു, ഒന്ന് -5 × 3 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. ഒരുത്തൻ നെഗറ്റീവാണ്, രണ്ടാമത്തവൻ പോസിറ്റീവാണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു, ഉത്തരം -15 അടിച്ചു. കണ്ട, ഇപ്പൊ നോക്കിയാൽ ഇങ്ങനെ 5 × -3 ഒരുത്തൻ പോസിറ്റീവ്, രണ്ടാമത്തവൻ നെഗറ്റീവ്. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നോക്കാനൊന്നുമില്ല, എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കൺസെപ്റ്റ്. ഇതാ എഴുതി വെച്ച് പഠിച്ചോണം. ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവും, വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ നെഗറ്റീവുമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഡിവിഷൻ. ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവും, വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവുമായിരിക്കും എന്നുള്ള കാര്യം ക്ലിയർ ആണ്, സെറ്റാണ്. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചു? ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നു -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എത്രയായിരിക്കണം? +5 ആയിരിക്കണം. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഈ നെഗറ്റീവ് സിമ്പിൾസ് വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ നന്നായി ഇത് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് അവിടെ കൃത്യമായ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇപ്പം -20 ആണ് എങ്കിൽ അതെന്താവും? -× +20 ആവും. ഇത് ഇൻറ്റു ആണ് മീൻ ചെയ്യുന്നത്. നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? എന്തെന്ന് വരും? -20. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് -x = എന്താണെന്ന് മനസ്സിലാക്കുക? x ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, x ആണെന്ന് മനസ്സിലാക്കുക. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്കത് ക്ലിയർ ആണ്. പോസിറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറഞ്ഞു. പിന്നെ ഇതാ വേറൊരു കൺസെപ്റ്റും കൂടെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്താണ് രണ്ട് തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഒന്ന് ടെർമിനേറ്റിംഗ് എന്നും അല്ലെങ്കിൽ നോൺ റിപ്പീറ്റിംഗ് എന്നുള്ളതും അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. രണ്ട് തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു ഫ്രാക്ഷനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ A/B ഓർഡറിൽ എഴുതുന്ന അതിൽ ഒരിക്കലും B എന്താവാൻ പാടില്ല, B 0 ആവാൻ പാടില്ല കേട്ടോ. A/B ഓർഡറിൽ എഴുതുന്നതിനെല്ലാം നമുക്ക് ഫ്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3/4 എന്ന് ഞാൻ എഴുതി. 3/4 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇതെന്താ, ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും ഇതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നുമാണ് പറയുന്നത്. ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, ഒരു കാലത്തും 0 ആവാൻ പാടില്ല. ഇതിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും ഇതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നുമാണ് പറയുന്നത്. ഛേദമെന്നും അംശമെന്നുമാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് അറിയാം. ശരി, അപ്പോൾ നമ്മൾ ഇതിനെ ഞാൻ എന്ത് പറയുന്നു, ഇത് 0.75 എന്ന് പറയാം. നമുക്കെന്താണ് 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നെ എത്ര കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, പറ്റത്തില്ല, 0 ഇടുന്നു. 0 അല്ല, എന്ത് ചെയ്യുന്നു, 0 ഇടുന്നു, 1 ഇടുന്നു. ഒന്നിനകത്ത് എത്ര, 7 4 28. എന്നിട്ട് എന്ത് ചെയ്തു, 2 വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 0 ഇടുന്നു. അപ്പോൾ എന്ത് വന്നു, നമുക്ക് 7 4 28, 7 7 4 28. അപ്പോൾ ഇനി എന്ത് വന്നു, 0 വന്നു, വീണ്ടും 5 5 4 20. അപ്പോൾ എത്ര എന്ന് വന്നു, നമുക്ക് 0.75 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ 1.2നെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 0.5. ഇതിനെയാണ് നമ്മൾ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ റിപ്പീറ്റിംഗ് ഫ്രാക്ഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് എന്ത് ചെയ്യുന്നില്ല, ആ ഫ്രാക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മറ്റൊരു ഫ്രാക്ഷനെ കുറിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ സംസാരിക്കാൻ പോകുന്നു. മറ്റൊരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, 0.3 ഡെസിമലാണ് പറയുന്നത്. 0.33333333 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഫ്രാക്ഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, 3 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് A/B ഫോർമുലയിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ് A/B ഫോർമുല എഴുതുന്നത്, 1/3 ആണ് ആക്ച്വലി ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. 1/3 ആണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ 3 എന്ന് പറയുന്ന നമ്പർ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ചില സമയത്ത് 0.35 ഇങ്ങനെ നമുക്ക് 35 എന്ന് പറയുന്ന റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ്. അല്ലെങ്കിൽ എന്താണ്, ചില സമയത്ത് 0.357 ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ. ഇതിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ഫ്രാക്ഷൻസ് എന്ന് അല്ലെങ്കിൽ ഡെസിമൽസ് എന്ന് പറയാൻ പറ്റും. ഇതെല്ലാം ഡെസിമലിലാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഓക്കെ, അത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും എന്താണ് ഇത്തരത്തിലുള്ള ഇത് പറയാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 10-25 മിനിറ്റ് നമുക്ക് വേണം. ഈ സാധനം നമ്മൾ എന്താണ് ഈ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ ആണെങ്കിൽ പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ 3 മാത്രമേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ എങ്കിൽ, ഒരു നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ ഇതിനെ 3/9 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ലീസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. കണ്ടോ, ഇതിന് ഈക്വൽ ആയിട്ടുള്ള എന്ത് ചെയ്തു, നമ്മൾ ഫ്രാക്ഷൻ കണ്ടെത്തി. ഇനി 2 നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എങ്കിൽ ഇതിനകത്ത് 0 വരുന്നത്, ഇവിടെ 1 വരുന്നതും 0 വരുന്നതും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. അത് ഈ ക്ലാസ്സിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തത് 35 എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 9 ഇടുക, എന്നിട്ട് 35 ഇടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ 3 നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. 3 9 ഇടുന്നു, 3 9 ഡിനോമിനേറ്റർ ആയിട്ട് ഇടുന്നു, 357. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 357 ഡിവൈഡ് ബൈ 999 കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വരും, 0.357 എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ നോർമൽ ഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് ഫ്രാക്ഷനെ കുറിച്ച്, ഇതിനെയെല്ലാം നമ്മൾ എന്ത് പറയും, നമ്മൾ റിപ്പീറ്റിംഗ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ നോർമൽ ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതെല്ലാം ഏത് മെത്തേഡിൽ എഴുതാൻ പറ്റുന്നതാണ്, ഫ്രാക്ഷൻസ് ആകുമ്പോഴത്തേക്ക് അത് A/B എന്ന് പറയുന്ന മെത്തേഡിൽ എഴുതാനും പറ്റണം. B എന്താവാൻ പാടില്ല,
ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാനും പാടില്ല. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ എന്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഫ്രാക്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ആഡ് ചെയ്യണം. ഫ്രാക്ഷൻ്റെ കാൽക്കുലേഷനും കൂടെ ജസ്റ്റ് ഒന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഫ്രാക്ഷൻ്റെ കാൽക്കുലേഷൻ കൂടി ഒന്ന് പറയാമല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? ഇപ്പോൾ 2 തരത്തിലുള്ള ഫ്രാക്ഷൻ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഡെസിമൽസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒന്ന് നമുക്ക് ടെർമിനേറ്റിംഗ് എന്നും പറഞ്ഞു, അടുത്തത് നോൺ ടെർമിനേറ്റിംഗ് എന്നും പറഞ്ഞു അല്ലേ, റിപ്പീറ്റിംഗ് അല്ലേ. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളെക്കുറിച്ച് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു, മറ്റെന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഫ്രാക്ഷൻ്റെ കുറച്ച് കാൽക്കുലേഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫ്രാക്ഷൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് പറയും. എന്ത് ചെയ്യുക, ഇതെല്ലാം ബേസ് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. ഓക്കെ, അടുത്തത് a/b + c/d 2 ഫ്രാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3/4 + 2/3 എന്ന് പറയുന്ന 2 എണ്ണം എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നോർമൽ കേസിൽ നമുക്ക് ഈ ഫ്രാക്ഷൻസ് അഡീഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ LCM ഒക്കെ എടുത്ത് ചെയ്യണമെന്നാണ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ LCM ഒക്കെ എടുത്ത് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ 9ാം ക്ലാസ്സിൽ SSCRTയുടെ 9th സ്റ്റാൻഡേർഡിലുള്ള ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിനകത്ത് അവർ ഡീറ്റെയിൽ ചെയ്ത് പുതിയൊരു മെത്തേഡിനെ കുറിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. അവിടെ LCM ഒന്നും എടുക്കണ്ട. പണ്ടാണ് നമ്മൾ LCM ഒക്കെ എടുത്ത് ചെയ്തത്. അവിടെ 3 വരയിൽ നമുക്ക് ചേർക്കാൻ പറ്റും ആൻസർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 വരകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യം എയിൽ നിന്ന് ഡിയിലേക്ക് വരിക, അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് സിയിലേക്ക് വരിക, അടുത്തത് BDയിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഓർഡർ. അപ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യം എയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് AD എന്ന് എഴുതി, പ്ലസ് ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് BC എന്ന് എഴുതി, ബൈ അടുത്തത് ബിയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് BD എന്ന് എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുക, ആദ്യം 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 9 എന്ന് എഴുതി, 4 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 8 എന്ന് എഴുതി, 4 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 12 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എന്ത് വന്നു, 17/12 എന്ന് വന്നു. അപ്പോൾ തന്നെ നമുക്ക് 2 തരത്തിലുള്ള ഫ്രാക്ഷനെ പറ്റി നമ്മളിവിടെ പഠിക്കേണ്ടി വരുന്നു. എന്താ ഈ 2 തരത്തിലുള്ള ഫ്രാക്ഷൻ? ഞാൻ പറഞ്ഞു നേരത്തെ 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ പറ്റി ഞാൻ എന്ത് ചെയ്തു, ഞാൻ സംസാരിച്ചു. എന്താ ഈ സത്യം പറഞ്ഞ 2/3 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2/3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ എൻ്റെ ഒരു കേക്ക് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നു. ആ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു, 3 പീസായിട്ട് കട്ട് ചെയ്തു. 3 പീസായിട്ട് കട്ട് ചെയ്തതിൽ അതിൽ 2 പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 2/3 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3/2 എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെന്ന് പറയാൻ പറ്റും? ഒരു പീസിനെ എന്ത് ചെയ്തു, ഒരു കേക്ക് വാങ്ങിക്കൊണ്ടു 2 പീസായിട്ട് കട്ട് ചെയ്ത് അതിൽ 3 പീസ് എടുക്കാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോർമൽ, സാധാരണ ഭിന്നം എന്ന് പറയുന്നത്, നോർമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം, പ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനെ നമ്മൾ എന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പോഴാണ് ഇത് കിടക്കുന്നത്, ഇവനെ നമുക്ക് ഇംപ്രോപ്പർ. എന്താ ഇംപ്രോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇംപ്രോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും അല്ലേ. ഇത്തരം സാഹചര്യത്തിൽ ഇംപ്രോപ്പറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംപ്രോപ്പറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബേസ് നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ 3/2. അപ്പോൾ നമുക്ക് 3/2 എന്ത് ചെയ്യാം, 3നെ 2 കൊണ്ട്, അതായത് 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു 2 ബാക്കി ശിഷ്ടം 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് പറയാൻ പോകുന്നത് ആൻസർ ഇവിടെ 1 അല്ലേ വന്നത്, 1 എഴുതി. ഇനി പഴയ ഡിനോമിനേറ്റർ എത്ര തന്നെയാണ്, 2 തന്നെയാണ്. ഇവിടുത്തെ ആൻസറായിട്ട് കിട്ടിയ, ഇവിടെ കിട്ടിയ റിമൈൻഡർ ആയിട്ട് കിട്ടിയ എത്രയാണ്, 1. അപ്പോൾ 1/2. ഇപ്പോൾ 9/4 ആണ്. 9/4 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 9നെ നമ്മൾ എത്ര കൊണ്ട്, 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുന്നു. 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 8 1 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താണ്, 2 എഴുതി 1/4 എഴുതി. സെറ്റായില്ലേ? അടുത്ത ഇതിനെ 17/12. 17/12 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 17നെ നമ്മൾ എത്ര കൊണ്ട്, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു 12 റിമൈൻഡർ 5. അപ്പോൾ ആൻസർ 1 എഴുതി. ആൻസർ അതുപോലെ എഴുതി. 12 ആണ് ഡിനോമിനേറ്റർ, മാറ്റമല്ല എഴുതി. റിമൈൻഡർ 5. അപ്പോൾ ഇതിനെ എന്ന് എഴുതാം, 1 5/12 എന്ന് എഴുതാം.
അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? വേറൊരു കാര്യവും പറഞ്ഞില്ല. എന്താണ്? നമ്മൾ ഫ്രാക്ഷൻസ് അഡീഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഫ്രാക്ഷൻസ് അഡീഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇംപ്രോപ്പർ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചത്? മിക്സഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചത്. ഒന്നുകൂടി പറയാം, നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്രാക്ഷൻസ് a/b എന്ന് പറയുന്ന ഫ്രാക്ഷനും c/d എന്ന് പറയുന്ന ഫ്രാക്ഷനും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 വരയിൽ പറഞ്ഞു. ആദ്യം AD പറഞ്ഞു, AD, അത് കഴിഞ്ഞ് BC പ്ലസ് BC ബൈ എന്താണ് BD എന്ന് എഴുതി പറഞ്ഞു. ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് സബ്ട്രാക്ഷനാ പറയാൻ പോണത്. a/b എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ നിന്ന് c/d എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. സബ്ട്രാക്ട് ചെയ്യാൻ പോകുമ്പോൾ നേരെ ഒരു മാറ്റവും ഇല്ല. നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. എന്താണ്? AD ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്തായി? മൈനസ് BC ബൈ അടുത്ത എന്തുവാ? BD. സെറ്റ്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കിയാലോ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലേ? ഇപ്പോൾ 3/4 മൈനസ് 2/3 ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ചെയ്യാം. ആദ്യം എങ്ങനെ? 3 × 3 എത്ര? 9. 4 × 2 എത്ര? -8/3 × 12 അല്ലേ? 1/12 എന്ന് കിട്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? നമുക്ക് സെറ്റായില്ലേ? സെറ്റായി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ 2 ഫ്രാക്ഷൻസ് തമ്മിലുള്ള അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷനും പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അത് വളരെ ഈസിയാണ്. ഇപ്പോൾ a/b എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഇൻറ്റു c/d ആണ് ചെയ്യുന്നത്. a/b ഇൻറ്റു c/d ചെയ്യുന്നു. നമുക്ക് ആൻസർ എന്താ കിട്ടാൻ പോകുന്നത്? AC/BD. എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അപ്പം AC, അത് കഴിഞ്ഞ് BD, BD, ബിയും ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. 2/3 ഇൻറ്റു 3/5 ആണെന്ന് വിചാരിച്ചോളൂ. എത്ര കിട്ടും? എന്താണ്? 2 × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. 3 × 5 എത്ര? 15. ഇത് അടക്കുന്നു ആൻസർ. ഇതിന് വേണമെങ്കിൽ എന്താ? സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാനും പറ്റും. സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടിനെയും നമുക്ക് എന്തെന്ന് പറയാം? രണ്ടിനെയും നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 2 3 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 5 3 കിട്ടും. ഓക്കെ, 2/5 എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത്. അപ്പം എന്തൊക്കെ പറഞ്ഞു? ഇവിടെ അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, ഇനി നേരെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. അടുത്ത ഒറ്റ കാൽക്കുലേഷൻ കൂടെ ഉള്ളൂ. എന്താണ്? ഡിവിഷനും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷനും കൂടെ പറയാം. ഡിവിഷൻ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കിക്കേ. a/b ഡിവൈഡഡ് ബൈ c/d ചെയ്യാൻ പറഞ്ഞ a/b ഡിവൈഡഡ് ബൈ c/d ചെയ്യാൻ പറഞ്ഞ ഒറ്റ കാര്യം ചെയ്താൽ മതി. a/b അതുപോലെ എഴുതുക. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ആക്കുക. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആക്കുക. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ, വിൽക്രമം. D മുകളിലും വരും, C താഴെയും വരും. ഓക്കെ, നേരെ തല തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ AD/BC. ഒരു എക്സാമ്പിൾ നോക്കാം. 2/3 ഡിവൈഡഡ് ബൈ 3/5 പറഞ്ഞെന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2/3 എഴുതും അല്ലേ? എന്നിട്ട് ഈ ഡിവിഷൻ എന്താവും? അത് ഇൻറ്റു ആവും. ഇവനെ എന്ത് ചെയ്യുക? തലതിരിക്കുക. അപ്പോൾ എന്താവും? 5/3 ആവും. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 5 എത്രയാണ്? 10 ആണ്. അടുത്ത 3 × 3 എത്രയാണ്? 9. ആൻസർ എത്ര കിട്ടി? 10/9 എന്ന് കിട്ടി. 10/9. സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻ എല്ലാം നമ്മൾ ജസ്റ്റ് പറഞ്ഞു. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 ഫ്രാക്ഷൻസ് തമ്മിലുള്ള അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, അഡീഷൻ പറഞ്ഞു. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പം ഇനി അടുത്ത് നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നമുക്ക് പല വിധത്തിലുണ്ട്. 2 തരത്തിലുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ പറ്റിയാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോൾ നമ്പേഴ്സ് എന്നും അല്ലെങ്കിൽ അടുത്തത് നാച്ചുറൽ നമ്പേഴ്സ് എന്നും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്നോ അല്ലെങ്കിൽ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയാം. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയാം. മറ്റേതിന് ഹോൾ നമ്പേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹോൾ നമ്പേഴ്സ്. ഓക്കെ, എന്താ ഹോൾ നമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 0 0 1 2 3 4 എക്സെട്ര ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 0 1 2 3 4 5 6 അങ്ങനെ പോയി കഴിഞ്ഞാൽ, അതായത് കൗണ്ടിങ് നമ്പേഴ്സിന്റെ കൂടെ ആരെ കൂടി ഉൾപ്പെടുത്തുന്നു? 0 കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, 0 കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഹോൾ നമ്പേഴ്സ്. അപ്പൊ എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് എണ്ണി തുടങ്ങുന്നത്? 1 2 3 4 അങ്ങനെയാണ് നമ്മൾ എണ്ണുന്നത് അല്ലേ? അപ്പൊ എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 അങ്ങനെയാ പോകുന്നത്. അപ്പോൾ ഹോൾ നമ്പേഴ്സിൽ 0 ഒഴിവാക്കി കഴിഞ്ഞാൽ
ഹോൾ നമ്പേഴ്സിൽ 0 ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചു, n×n+1/2 എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ്? n×n-1/2 ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിലാണ് ആര് വരുന്നത്? ഓഡ് നമ്പേഴ്സും ഇവൻ നമ്പേഴ്സും വരുന്നത്. ഇവൻ നമ്പേഴ്സ് ആണെങ്കിൽ സം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇവൻ നമ്പേഴ്സ് ആണെങ്കിൽ എന്താ പഠിച്ചത്? n×n+1 എന്ന് പഠിച്ചു. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? സം കണ്ടുപിടിക്കാൻ n² എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എവിടെ പഠിക്കും? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് പറയും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ ഹോൾ നമ്പേഴ്സിനെയും നാച്ചുറൽ നമ്പേഴ്സിനെയും കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. ഇനി നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി പ്രൈം നമ്പേഴ്സ് എന്നും അടുത്തത് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നുമാണ് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൈം നമ്പേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ്. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവാം. ഒരു പ്രൈം നമ്പർ ഞാൻ പറയാൻ പോകുന്നു. 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 2ന്റെ ഫാക്ടേഴ്സ്, 2ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം മാത്രം. ഇനി അടുത്തൊരു പ്രൈം നമ്പർ ഞാൻ പറയാൻ പോവുകയാണ് 3. 3ന്റെ ഫാക്ടേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ 1, അടുത്തത് 3. അടുത്ത ഒരു പ്രൈം നമ്പർ ഞാൻ പറയാൻ പോകുന്നു 5. 5 1 5. 7 ഞാൻ പറയുന്നു 1 7. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്നു 11. 1 11. അടുത്ത പറയുന്നത് 13. 1 13. അടുത്ത 17. 1 17. എന്താ അതിൻ്റെ പ്രത്യേകത? 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ കഴിയുന്ന, 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായി ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ എന്താ നമ്മൾ പ്രൈം നമ്പേഴ്സ് പറഞ്ഞത്? നമ്മൾ പ്രൈം നമ്പേഴ്സ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും നമുക്ക് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. 1 to 100, 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ പഠിച്ചു വെച്ചോണം. 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25 പ്രൈം നമ്പേഴ്സ്. 25 അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്നാ പറയുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ 1 to 100 വരെ എന്താണ്? 25 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് 1 to 25, 1 മുതൽ 25 വരെയും, അടുത്തത് 25 to 50 വരെയും, അടുത്തത് 50 to 75 വരെയും, അടുത്തത് 75 to 100 വരെയുമുള്ള ഒരു ഡിവിഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച്, അതായത് എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു, എന്താണ് 2 3 5 7 11 13 17 19 ഇങ്ങനെ പോകുന്നതാണ് എന്ത്? 23. ഇങ്ങനെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് 27. ഈ പോകുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അതിൻ്റെ നമ്പറും കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കണം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നു 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ചിലപ്പോൾ പ്രൈം നമ്പേഴ്സ് എത്രയടാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതിൽ 1 to 25, 25 to 50, 50 to 75, 75 to 100 എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ജസ്റ്റ് ഞാനൊന്ന് പറയാൻ പോകുന്നു. 9664 നിങ്ങളെ കാണാതെ പഠിച്ചു വെച്ചോടാ. 9664 നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോ. സെറ്റാണ്. എന്താ 9664? ഒരു മൊബൈൽ നമ്പർ ആണെന്ന് വിചാരിച്ചോ. 9664 ഒരു മൊബൈൽ നമ്പറിന്റെ തുടക്കമാണ് 9664. എന്താ 9 സൂചിപ്പിക്കുന്നത്?
1 മുതൽ 25 വരെ 9 പ്രൈം നമ്പേഴ്സ്. 1 മുതൽ 25 വരെ 9 പ്രൈം നമ്പേഴ്സ്. ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്, പിന്നെ ആരുണ്ട്? 23. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. 9 പ്രൈം നമ്പേഴ്സ്. 1 മുതൽ 25 വരെ 9 പ്രൈം നമ്പേഴ്സ്. 25 മുതൽ 25 പ്രൈം നമ്പർ അല്ല കേട്ടോ. 25 മുതൽ 50 വരെ 50 പ്രൈം നമ്പർ അല്ല. 25 മുതൽ 50 വരെ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 50 മുതൽ 75 വരെ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 75 മുതൽ 100 എണ്ണം എത്ര ഉണ്ട്? 4 എണ്ണം. അങ്ങനെ മൊത്തം 1 മുതൽ 100 വരെ എത്ര? 25 പ്രൈം നമ്പേഴ്സ്. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എന്താ പ്രൈം നമ്പേഴ്സ്? ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഇനി പ്രൈം നമ്പേഴ്സിന്റെ ഒരു കോഡ് നമ്മൾ പഠിക്കുന്നു. 9664 എന്ന് പഠിക്കുന്നു. എന്താ 9 മീൻ ചെയ്യുന്നത്? എന്താ നമ്മൾ ഈ 9 മനസ്സിലാക്കേണ്ടത്? 9 നമ്മൾ മനസ്സിലാക്കേണ്ടത് 0 മുതൽ 25 വരെ 0 മുതൽ 25 വരെ അല്ലെങ്കിൽ 1 മുതൽ 25 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 9 പ്രൈം നമ്പേഴ്സ്. അപ്പൊ എന്താ 9664 എന്ന് പറയുന്നത്? രണ്ടാമത്തെ 6 എന്താ സൂചിപ്പിക്കുന്നത്? 25 മുതൽ 50 വരെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 50 മുതൽ 75 വരെയും എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. എന്നാൽ 75 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ട്? 4 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. 9664 ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ പ്രൈം നമ്പേഴ്സ് 100 വരെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 100ന് മുമ്പ് നമുക്ക് വലിയൊരു സംഖ്യ തരികയാണ്. ഇപ്പം എനിക്ക് തരുന്നു 177 പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കണം. അതായത് 177 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. 177 പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. 177 മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാണെന്ന് നോക്കണം. 177 മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 177 മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ 169. എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9. 3 × 3 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. അങ്ങനെ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിന് പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 1 മുതൽ 1 to 25 വരെ അല്ല വേണ്ട ഒരു 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും 1 to 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 1ന്റെ സ്ക്വയർ, ഇപ്പോൾ 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 6ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ 49, അങ്ങനെ ഏകദേശം 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യണം? അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ പെട്ടെന്ന് ആൻസർ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 169 ആണ് അല്ലേ? 177 മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ 169 ആണ്. 169 ഏതിൻ്റെ സ്ക്വയറാ? 13. അപ്പോൾ ഈ 13ന് താഴോട്ടുള്ള ഏതെങ്കിലും പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് 13ന് താഴോട്ടുള്ള ഏതെങ്കിലും പ്രൈം നമ്പർ കൊണ്ട് 177നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതെന്താണ്? പ്രൈം നമ്പറാണ്. അത് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് 177 ഇപ്പം നമുക്ക് 7 7 14 15 ആണ്. 15നെ നമുക്ക് എത്ര കൊണ്ട് ഭാഗിക്കാൻ പറ്റും? 13ന് താഴെയുള്ള 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 177 എന്തല്ല? 177 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. ഇപ്പം നോക്ക്, ഇപ്പം ഞാൻ പറയാണ് 137നെ കുറിച്ച് പറയുന്നു. 137 പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമ്മളത് ചോദിക്കുകയാണ്. 137 പ്രൈം നമ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കണം. എന്ത് നോക്കണം? ഈ പറയുന്ന 137 മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാണ്? 121 ആണ്. അത് ഏതിൻ്റെ സ്ക്വയറാണ്? 11. 11ന് താഴോട്ടുള്ള ഏതെങ്കിലും പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ആദ്യം 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ്? ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞ് 3 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 7 3 10 11 എന്താണ്? 3ന്റെ ഗുണിതം അല്ലെന്ന് മനസ്സിലായി. 5 കൊണ്ട് പറ്റത്തില്ല. അടുത്ത 7 കൊണ്ടാണോ എന്ന് നോക്കാം. 7 കൊണ്ട് നമുക്ക് നമ്മൾ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കും കേട്ടോ. 137 ഡിവൈഡ് ബൈ 7 ഒന്ന് ചെയ്ത് നോക്കാം. 1 7 ബാക്കിയുള്ളത് എത്രയാണ്?
ബാക്കിയുള്ളത് 6 ആണ് അല്ലേ 67 എന്ത് ചെയ്യാൻ പറ്റില്ല 63 വരത്തുള്ളൂ അല്ലേ അപ്പോൾ 7 കൊണ്ട് പറ്റത്തില്ല അടുത്തത് നോക്കണം 11 കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ നോക്കണം 11 കൊണ്ട് എന്താണ് ഒരു കാരണവശാലും നമുക്ക് ഇതിന് എന്തുണ്ട് നമുക്ക് 11 കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ 137 എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രൈം നമ്പർ തന്നെയാണ് എന്ന് പറയാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡിവിസിബിലിറ്റി റൂളും കൂടെ ആകുമ്പോഴേ നിങ്ങളിത് സെറ്റ് ആവുള്ളൂ കേട്ടോ ഡിവിസിബിലിറ്റി റൂളും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കുറച്ച് നല്ല കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ഈ ഒന്നും എന്ത് ചെയ്യുന്നില്ല ജസ്റ്റ് കൺസെപ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പറഞ്ഞു പോകുന്നുള്ളൂ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് അടുത്തൊരു ചോദ്യം 228 എന്താണ് ഒരു പ്രൈം നമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 228 തൊട്ട് മുമ്പുള്ള സ്ക്വയർ ഏതാ 225 ആണ് 225 അതിൻ്റെ സ്ക്വയറാ 15 സ്ക്വയർ 15 താഴെയുള്ള പ്രൈം നമ്പർ ഇത് നോക്കുമ്പോൾ തന്നെ എന്താണ് 2ന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ എന്തല്ല പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്കോർ എടുക്കുക ഏതിൻ്റെ പെർഫെക്റ്റ് സ്കോർ ആണെന്ന് നോക്കുക അതിന് താഴോട്ടുള്ള പ്രൈം നമ്പർ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുക ഡിവിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും അത് എന്താണ് പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അതായത് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത സംഖ്യകളെയെല്ലാം ഒന്നൊഴികെ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത ഒന്നെന്ന് പറയുന്ന സംഖ്യ പ്രൈം നമ്പർ അല്ല ഒന്നെന്ന് പറയുന്ന പ്രൈം നമ്പർ അല്ല ഒരേ ഒരു ഇരട്ട ഇവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് അത് 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നതും ആരാണ് 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നതും ഒരേ ഒരു ഇവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നതും 2 ആണ് അപ്പോൾ ഒന്ന് പ്രൈം നമ്പർ അല്ല അപ്പോൾ എന്താ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ 4 ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് 6 പറയാൻ പറ്റും 6 കഴിഞ്ഞ് നമുക്ക് അടുത്തത് 8 പറയാൻ പറ്റും ഈ നമ്പേഴ്സ് എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട് എങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കാം 4ന്റെ ഘടകങ്ങൾ നമുക്ക് എഴുതി നോക്കാം 4ന്റെ ഘടകങ്ങൾ 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും 6ന്റെ ഘടകങ്ങൾ എഴുതി നോക്കുക 1 കൊണ്ട് 2 കൊണ്ട് 3 കൊണ്ട് 6 കൊണ്ട് ഈ സംഖ്യകൾ കൊണ്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും കോമ്പോസിറ്റ് നമ്പേഴ്സ് വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും അതിൽ എന്ത് കൺസിഡർ ചെയ്യരുത് ഒന്നിനെ നമ്മൾ കൺസിഡർ ചെയ്യരുത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രൈം നമ്പേഴ്സും പറഞ്ഞു കോമ്പോസിറ്റ് നമ്പേഴ്സും പറഞ്ഞു പ്രൈം നമ്പേഴ്സിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ഈ പ്രൈം നമ്പേഴ്സിനെ പ്രധാനമായിട്ട് നമുക്ക് 2 ആയി തരംതിരിക്കാൻ പറ്റും ഒന്ന് കോ പ്രൈം നമ്പേഴ്സ് എന്നും 2 ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്നും എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്നും ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്നും പറഞ്ഞ് 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ഈ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ പറയുന്നു കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 5 ഞാൻ പറഞ്ഞു ഓക്കെ 2 5 ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഞാൻ 2 3 ഞാൻ പറയുന്നു ഓക്കെ 2 3 പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നു 19 11 ഒക്കെ പറയുന്നു അപ്പൊ ഈ നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത ഈ കോപ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എല്ലാം ഇതിന്റെ എല്ലാത്തിന്റെയും HCF 1 ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിനെ എല്ലാം രണ്ട് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു 1 2 5 എടുത്തു അത് കഴിഞ്ഞ് 2 3 എടുത്തു 19 11 എടുത്തു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 7 19 ഒക്കെ എടുക്കാം അല്ലെങ്കിൽ 7 11 ഒക്കെ എടുക്കാം എന്താണ് HCF 1 ആയിട്ടുള്ള സെറ്റ് ഓഫ് ഒരു ജോഡി പ്രൈം നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും ഇതെന്ന് പറയാൻ പറ്റും നമുക്ക് കോ പ്രൈം നമ്പേഴ്സ് എന്താ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞത് HCF 1 ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിനെ എല്ലാം നമുക്ക് അല്ലെങ്കിൽ HCF 1 ആയിട്ടുള്ള 2 സെറ്റ് ഓഫ് അതായത് 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ 2 പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിന്റെ HCF എത്രയാണ് 1 ആണ് ഹയസ്റ്റ് കോമൺ HCF LCM നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ HCF എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം കോ പ്രൈം നമ്പേഴ്സ് എന്താ ട്വിൻ പ്രൈം നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ന് പറയുന്നത് ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 5 അതല്ല എങ്കിൽ അടുത്തത് 5 7
5 7. അതല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം 11 13. ഇതൊക്കെയാണ് ഇങ്ങനെ പോകുന്നതാണ് എന്താണ് ഈ ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്തുവാ ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അടുത്തടുത്തുള്ള രണ്ട് പ്രൈം നമ്പേഴ്സ്. ഇവന്മാരുടെ ഡിഫറൻസ് എത്രയും നോക്കിയേ 2. 3 5 തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 5 7 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 2 ആണ്. എന്താണ് 11 13 തമ്മിലുള്ള ഡിഫറൻസ് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ ഡിഫറൻസ് 2 ആയിട്ട് വരണം അടുത്തടുത്തുള്ള രണ്ട് പ്രൈം നമ്പേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ട്വിൻ പ്രൈം നമ്പേഴ്സ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കോ പ്രൈം എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് ട്വിൻ പ്രൈം എന്താണെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് കോ പ്രൈം എന്നും എന്താണ് ട്വിൻ പ്രൈം എന്നും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തിയത്. എന്താ പറഞ്ഞത്? നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കോമ്പോസിറ്റിലും പ്രൈമിലും നമ്മൾ എന്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല? ഒന്നിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, അടുത്തത് കോ പ്രൈം എന്താണെന്ന് പറഞ്ഞു. HCF ഒന്നായിട്ടുള്ള നമ്പേഴ്സിനെ എല്ലാം നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ട്വിൻ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലാണ്. പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സിന്, അതുപോലെ തന്നെ കോ പ്രൈം പറഞ്ഞു, അത് കഴിഞ്ഞ് ട്വിൻ പ്രൈം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സിനെ പറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ 2-3 എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്. പരിപൂർണ സംഖ്യ എന്നൊക്കെ നമ്മൾ പറയും. പരിപൂർണ സംഖ്യ എന്നൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് നമ്പേഴ്സിനെ പറയുന്നത്. ഓക്കെ, എന്താ പെർഫെക്റ്റ് നമ്പർ? ഞാൻ ഒരു നമ്പർ എഴുതി വെക്കാം. ഞാൻ എഴുതുന്ന നമ്പർ 6 ആണ്. 6ന്റെ ഫാക്ടേഴ്സ്, അതായത് 6നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. 6ന്റെ ഫാക്ടേഴ്സ് ഞാൻ എഴുതുന്നു 1 2 3. 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, അടുത്തത് 6 കൊണ്ടാണ് പറ്റുന്നത്. അപ്പോൾ ഇത്രയും സംഖ്യകളാണ് 6ന്റെ ഫാക്ടേഴ്സ്. ഈ 6ന്റെ ഫാക്ടേഴ്സിൽ 6 ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സിന്റെ സം ഒന്ന് നോക്കിക്കേ. 6ന്റെ ഘടകങ്ങൾ ഞാൻ എടുത്തു. 6ന്റെ ഘടകങ്ങളിൽ 6 ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സിന്റെ സം ഒന്ന് എടുത്ത് നോക്കിയേ. 3 2 5 5 1 6. എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. സെറ്റ്. ഒരു നമ്പർ കൂടെ നോക്കാം. 6 കഴിഞ്ഞ് ഞാൻ അടുത്തത് 14 പറയാൻ പോകുന്നത് കേട്ടോ. 14 പറയാൻ പോകുന്നു. 14ന്റെ ഫാക്ടേഴ്സ് എന്ന് എഴുതി പറഞ്ഞേ. 1 2 3 പറ്റില്ല, 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റില്ല, 7 പറ്റും. 7. അടുത്തത് എന്ത് പറ്റും? അടുത്തത് 8 പറ്റുമോ? പറ്റില്ല. അടുത്ത എത്രയാണ്? 9 പറ്റുമോ? 9 പറ്റില്ല. 10 പറ്റില്ല. അടുത്ത 14 പറ്റത്തുള്ളൂ. 14 എഴുതി നോക്കി. 14ന്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് നോക്കിയാൽ 14 ഒഴികെയുള്ളത് 7 2 9 10 വരുന്നുള്ളൂ. അപ്പൊ ഇതെന്തല്ല? അത് നമ്മളെ പെർഫെക്റ്റ് നമ്പർ അല്ല. എന്നാൽ 28 എഴുതി നോക്കി. ചുമ്മാ 28 എഴുതി നോക്കാം. 28 എഴുതി നോക്കുമ്പോൾ എത്രയായിരിക്കും? 1 വരുന്നു, അത് കഴിഞ്ഞ് 2 വരുന്നു, 3 ഇല്ല, 4 ഇല്ല, 7 ഉണ്ട്. അത് കഴിഞ്ഞ് 7 കഴിഞ്ഞാൽ അടുത്ത എത്ര വരാം? 14 ആണ്. 14 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 28 ആണ്. അതിൽ 28 ഒഴികെയുള്ള ബാക്കിയുള്ള സംഖ്യയുടെ സംബന്ധം എടുത്ത് നോക്കി. 14 7 21. 21 2 23. 23 1 24. ഇത് 4 കൂടെ ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 കൂടെ ഉണ്ട്. അപ്പൊ എത്രയാണ്? 28 തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോ 6ന്റെ ഘടകങ്ങളിൽ 6 ഒഴികെയുള്ള ബാക്കിയുള്ള സംഖ്യകളുടെ തുകയെ എന്ത് തന്നെയായിരിക്കും? അതേ സംഖ്യ തന്നെയായിരിക്കും. 6 തന്നെ ആയിരിക്കുമെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സ്. ഇപ്പൊ 28 നോക്കി. 28ന്റെ ഘടകങ്ങളിൽ 1 2 4 7 14 ആണ് 28ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 28ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 2 4 7 14. പിന്നെ 28 ഉണ്ട്. അതിൽ 28 ഒഴികെ 28നെ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കുന്നു. 28 ഒഴികെ ബാക്കിയുള്ള സംഖ്യയുടെ തുക നോക്കിക്കേ. 14 7 21 4 25 28. കണ്ടോ? ഇതേ സംഖ്യ തന്നെ വരുന്നു എങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർഫെക്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യമുള്ള നമ്പർ 6, രണ്ടാമത് 28, 496, 81 28. അപ്പൊ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്. ഇത്ര ഒരു 4 നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. 6 28 496 8128. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ആ സംഖ്യകളുടെ ഘടകങ്ങളിൽ
ആ സംഖ്യ ഒഴികെ ഘടകങ്ങളുടെ തുക എന്തായിരിക്കണം? അതേ സംഖ്യ തന്നെ നമുക്ക് ലഭിക്കുമെങ്കിൽ, ഇപ്പോൾ 28ന്റെ ഘടകങ്ങളിൽ 28 ഒഴികെ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 28 തന്നെ വരുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പെർഫെക്റ്റ് നമ്പേഴ്സും കിട്ടി. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പാലിയൻഡ്രോമിക് നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ +1 +2 സയൻസ് പഠിച്ചവരാണ് എങ്കിൽ നിങ്ങളവിടെ പാലിയൻഡ്രോമിക് DNA കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പാലിയൻഡ്രോമിക് എന്ന് പറഞ്ഞാൽ? അതായത് വേർഡ്സുകളും ഉണ്ട് കേട്ടോ. പാലിയൻഡ്രോമിക് വേർഡ്സുകളും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് പാലിയൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ 383 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എഴുതി. ഓക്കെ, 383 എന്ന് പറയുന്ന നമ്പർ എഴുതി. നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചാലും 383, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും എത്ര തന്നെയാണ്? 383. അങ്ങോട്ട് വായിക്കുന്നതും ഇങ്ങോട്ട് വായിക്കുന്നതും എന്താണ്? പാലിയൻഡ്രോമിക് നമ്പേഴ്സ്. അതായത് അങ്ങോട്ട് വായിച്ചാലും തിരിച്ചു വായിച്ചാലും അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വായിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കുന്നു. മലയാളം കണ്ടിട്ടില്ലേ? മലയാളത്തിന്റെ പ്രത്യേകത എന്താ? MALAYALAM MALAYALAM കണ്ട മലയാളം. ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സംഖ്യകളെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മലയാളം വേർഡ്സ് ആണ് പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരേ തരത്തിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ് ഇരിക്കുമെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് പാലിയൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാലിയൻഡ്രോമിക് നമ്പേഴ്സ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് നമുക്ക് PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1ന് ശേഷം 100 പൂജ്യമുള്ള സംഖ്യകളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, 1ന് ശേഷം 100 പൂജ്യമുള്ള സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് ഗൂഗോൾ എന്നാണ് പറയുന്നത്. ഗൂഗോൾ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1ന് ശേഷം 100 പൂജ്യമുള്ള സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് ഗൂഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്വേർഡ് കാസ്നർ ആണ് എന്ത് ചെയ്തത്? കാസ്നർ ആണ് എന്ത്? ഗൂഗോൾ എന്ന് പറയുന്ന പേര് അതിന് നൽകിയത്. ഇത് എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1ന് ശേഷം 100 പൂജ്യമുള്ള സംഖ്യകളെ നമ്മൾ പറയുന്ന പേര്. 1ന് ശേഷം എത്ര പൂജ്യമാണ്? 1000 പൂജ്യമല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1ന് ശേഷം 100 പൂജ്യമുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൂഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് പെർഫെക്റ്റ് നമ്പേഴ്സ്. ഇത് നമ്മൾ നമ്പർ സിസ്റ്റം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ സാധനത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നത് പാലിയൻഡ്രോമിക് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഗൂഗോൾ എന്താണെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട, അതായത് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂണിറ്റ് ഡിജിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിജിറ്റ്സ് in the unit place of 2⁻83. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇനി വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾ അടിക്കാൻ പറ്റും. നിങ്ങൾ അതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു സൈക്ലിസിറ്റിയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് പ്ലേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ചില MCQ ലെവലിലുള്ള ചോദ്യങ്ങൾ എന്താണ്, ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോകുന്നു. ഇപ്പോൾ നോക്കാം, 426 × 312. ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ വേറെ ഒന്നും വേണ്ട, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കാം ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് ഇതാണ്, ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് ഇതാണ്. ഈ യൂണിറ്റ് പ്ലേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എത്ര കിട്ടി? 2 × 6 12 വന്നത്. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എത്ര? 2. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ്, ഇതിൻ്റെ ആൻസറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ നിങ്ങളത് സെറ്റ് ആവും. ഇപ്പം നോക്ക്, ഇപ്പം ഞാൻ പറയുന്നു 435, 726, 434, 197. ഇത്രയും സാധനമുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? 7ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്തു. 7 4 28. 28 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തെടുക്കുന്നു? 8 എടുക്കുന്നു. അടുത്തത് ആ 8ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 8 48. കണ്ട, ഒറ്റയുടെ സാധനം മാത്രം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8ഉം 6ഉം 6 8 48. 48 ആണ് എങ്കിൽ എന്ത് ചെയ്യും? യൂണിറ്റ് പ്ലേസ് 8 ആണ്. 8 മാത്രം വെച്ച് 8 5 40. ഓക്കെ, യൂണിറ്റ് പ്ലേസ് എന്ത് വന്നു? 0. കണ്ട, യൂണിറ്റ് പ്ലേസ് എത്രയെന്ന് കിട്ടി?
0 എന്ന് കിട്ടി. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു തവണ കൂടി പറയാം, ഒരൊറ്റ പ്രോബ്ലം കൂടെ പറയുമ്പോൾ നിങ്ങളത് സെറ്റ് ആവുമെന്ന് എനിക്കറിയാം. യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കും. ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? 979 ഇൻറ്റു 312 ഇൻറ്റു 424 ഇൻറ്റു 326 ഇൻറ്റു 121 മതി. ഇത്രയും സാധനം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട. ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം 1 × 6 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി 6 × 4 24 ആണ്. 24 എത്ര മാത്രം എടുത്താൽ മതി? 4 മാത്രം എടുത്താൽ മതി. അപ്പോൾ 4 × 2 നമ്മൾ ചെയ്യുന്നു, എത്ര കിട്ടി? നമുക്ക് 8. അതായത് 8 ആണ് കിട്ടുന്നത്. ആ 8 × 9 നമ്മൾ ചെയ്യുന്നു, നമുക്ക് എത്ര കിട്ടും? 72. അപ്പോൾ യൂണിറ്റ് പ്ലേസ് എത്ര? 2 ആണെന്ന് ആൻസർ പറയാം. വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചല്ലേ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സൈക്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ് സൈക്ലിസിറ്റി എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ സൈക്ലിസിറ്റി അല്ല, അതിന് എന്ത് തന്നെ പറയാം? യൂണിറ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം, ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇതിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എന്താണ് തൊട്ട് മുമ്പ് പറഞ്ഞത്? എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. അഡീഷൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 472 + 312 എന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 ആണ് വരുന്നതെങ്കിൽ ഇത് തന്നെയാണ് യൂണിറ്റ് പ്ലേസ്. ഇത് സബ്ട്രാക്ഷൻ ആണെങ്കിലും കിട്ടും. ഇപ്പോൾ 537 - 424 എന്താണ്? 7 ൽ 4 കുറച്ച് എത്രയെന്ന് എഴുതാം? 3 എന്ന് പറയാം. കണ്ടോ? യൂണിറ്റ് പ്ലേസ് എത്രയാണ്? 3. സിമ്പിളാണ്. അത് അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂണിറ്റ് പ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് സൈക്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയിരിക്കുക. ഇപ്പം എൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഞാൻ പറയാണ് 2/10 2/10ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചോദിക്കുന്നത്. 2/10 ചെയ്യുമ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 2/10 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 2നെ 10 ആണ്. 2 × 2 × 2 × 2 × 2 × 2 × 2 × 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നോക്കാം. 2/2 ആണെങ്കിൽ എന്തായിരിക്കും? 4 ആയിരിക്കും. 2/3 ആണ്. 2/4 ആണെങ്കിൽ 1 പ്ലേസ് 4 ആണേ, 4. അടുത്ത 2/3 ആണെങ്കിൽ അത് 8 ആയിരിക്കും. 2/4 ആണെങ്കിൽ അത് എത്രയായിരിക്കും? 16 ആയിരിക്കും. 2/5 ആണെങ്കിൽ അത് 32 ആയിരിക്കും. 2/6 ആണെങ്കിൽ 64 ആയിരിക്കും. അത് കഴിഞ്ഞ് 2/7 ആണെങ്കിൽ എത്രയായിരിക്കും? 128 ആയിരിക്കും. 2/8 ആണെങ്കിൽ 256 ആയിരിക്കും. 2/9 ആണെങ്കിൽ 256ൻ്റെ ഇരട്ടി എത്രയാണ്? 512 ആയിരിക്കും. അടുത്ത 2/10 ആണെങ്കിൽ എത്രയായിരിക്കും? 1028 ആയിരിക്കും. നോക്കിക്കേ, ഇതിൻ്റെ വൺസ് പ്ലേസിൻ്റെ പ്രത്യേകം നോക്കിയേ. വൺസ് പ്ലേസ് മാത്രമേ നോക്കാവൂ. ആദ്യം 2/2 2 4 8 6. വീണ്ടും നോക്കിക്കേ, 2 4 8 6. വീണ്ടും 2 4 ആണ്. ഇത് 4 8 6 2 4 8 6 2 4 8 6 2 4 8 6. അങ്ങനെ തന്നെയാണ് ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. 2 4 8 6 2 4 8 6 2 4 8 6 2 4 8 6 അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് 3 ആണെങ്കിലും ഇത് ഒരു വ്യക്തമായ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത് തന്നെയാണ് വീണ്ടും ചാക്രിയമായി ഇങ്ങനെ കറങ്ങി വരും. എന്ത്? 2 4 8 6 2 4 8 6 2 4 ഇതിങ്ങനെ ഈ നമ്പേഴ്സിനെ ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് പറയാണ് 2/10ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് എൻ്റെ ചോദ്യം. 2/10ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇനി 2/10 അല്ല, ഇനി ഏത് നമ്പേഴ്സ് നമുക്ക് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. 2/10 ആദ്യത്തെ സ്റ്റെപ്പ്, വൺസ് പ്ലേസിൽ വരാനുള്ള സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വൺസ് പ്ലേസിൽ വരാനുള്ള സാധ്യത ഏതൊക്കെയായിരിക്കും? ആദ്യം 2 വരാം. 2നെ വീണ്ടും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 4 വരാം. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 8 വരാം. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6 വരാം. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 2 വന്നു. അപ്പം നമ്മൾ നിർത്തുക. ഈ നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിർത്തുക.
ഓക്കെ, എന്നാൽ ഇതിന്റെ കൂട്ടത്തിൽ 3/10 കൂടെ ജസ്റ്റ് ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഏത് നമ്പർ എഴുതാം? 3 എഴുതണം. 3നെ എത്ര കൊണ്ട് ഇനി ചെയ്യണം? 3 കൊണ്ട് ഇനി ചെയ്ത് 9. 9നെ വീണ്ടും 3 കൊണ്ട് ഇനി ചെയ്യുമ്പോൾ 27. വീണ്ടും 27 വൺസ് പ്ലേസ് മാത്രം എഴുതിയാൽ മതി. 7നെ വീണ്ടും 3 കൊണ്ട് ഇനി ചെയ്യുമ്പോൾ 21. 1 വീണ്ടും 3 കൊണ്ട് 1നെ 3 കൊണ്ട് ഇനി ചെയ്യുമ്പോൾ വീണ്ടും 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നിർത്തുക. അതായത് 3 വരാൻ പോകുന്ന നമ്പേഴ്സ് വൺസ് പ്ലേസ് വരുന്നത് 3, 9, 7, 3, 9, 7, 1, 3, 9, 7, 1, 3, 9, 7, 1. ഇങ്ങനെ ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കും. ഇതാണെങ്കിൽ ഇങ്ങനെ വരും 2, 4, 8, 6, 2, 4, 6, 8 ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. എല്ലാ നമ്പേഴ്സിനും പറയാൻ പറ്റും. ഇപ്പോൾ 4നാണ് 4/10 നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് നോക്കാം, നമുക്ക് എന്താണ് 4ന്റെ ഒരു സൈക്ലിക് ഒന്ന് എഴുതി നോക്കാം. എന്തായിരിക്കും? ആദ്യം 4 എഴുതുക. 4 × 4 16 എഴുതി. 6 × 4 വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 24 കണ്ട വീണ്ടും വന്നു. അപ്പൊ അവിടെ 2 നമ്പർ 4, 6, 4, 6, 4, 6 എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടിരിക്കും. ഇനി 5നാണെങ്കിൽ എന്താണ്? 5 വൺസ് പ്ലേസ് എന്ത് തന്നെയാണ്? തിരിയാനും പിരിയാനും ഒന്നുമില്ല. എന്താണ്? 5 മാത്രമേ ഉള്ളൂ. 5/10 എഴുതി കഴിഞ്ഞാലും വൺസ് പ്ലേസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. കാര്യം എന്താണ്? 5നെ 5 കൊണ്ട് 25 വീണ്ടും 5, 5, 5. ഓക്കെ, ഇനി 5/5000 എഴുതിയാലും വൺസ് പ്ലേസ് എത്ര തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് 6. അതുപോലെ തന്നെയാണ് 6 വൺസ് പ്ലേസ് എത്ര തന്നെയായിരിക്കും? ഒരു മാറ്റവും ഇല്ല. എത്രയായിരിക്കും? 6/10 ചെയ്താലും 6/20 ചെയ്താലും 6/100 ചെയ്താലും 6/50 ചെയ്താലും എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ 7ന്റെ ഒരു സൈക്ലിക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. 7ന്റെ സൈക്ലിക്ക് എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും? ആദ്യം 7, അത് കഴിഞ്ഞ് 7നെ 7 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു 49. 49നെ വീണ്ടും 7 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു 63. 63ന് 3. 3നെ വീണ്ടും 7 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു 21. വീണ്ടും 7 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു 7. കണ്ടോ? അപ്പൊ 7ന്റെ സൈക്ലിക്ക് നോക്കുമ്പോൾ 7, 9, 3, 1, 7, 9, 3, 1, 7, 9, 3, 1 അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ സൈക്ലിക്ക് എഴുതുന്നത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ആ സൈക്ലിക്ക് എഴുതുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ഇതിൻ്റെ ആൻസറിലേക്ക് 2/10ന്റെ ആൻസറിലേക്ക് പോകാൻ പോകുന്നു. സൈക്ലിക്ക് എല്ലാത്തിൻ്റെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ആ സൈക്ലിക്ക് വെച്ചുകൊണ്ട് ഞാൻ എന്താണ് 2/10ന്റെ വൺസ് പ്ലേസ് കണ്ടുപിടിക്കാൻ പോവുക. ഇന്ന് ഇവിടുന്ന് ക്ലാസ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? 6, 7, 4, 7, 8, 9, 3, 8 ദ ഹോൾ റൈസ് ടു 320ന്റെ വൺസ് പ്ലേസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടുന്ന് ആൻസർ കണ്ടുപിടിച്ചിട്ട് പോകും. ഇത്ര വലിയ നമ്പറിന്റെ ആയാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വൺസ് പ്ലേസ് കണ്ടുപിടിക്കാൻ പോകും. നമ്മളിന്ന് അതായത് ഈ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുമ്പോൾ ഇതിന്റെ ആൻസർ വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 2/10 ആദ്യം ഞാൻ ഇതിന്റെ സൈക്ലിക്ക് എഴുതാൻ പോകുന്നു. എന്തൊക്കെ ആയിരിക്കും? ആദ്യം 2 അതുപോലെ എഴുതുക. 2നെ 4 കൊണ്ട് 2 കൊണ്ട് ഇൻഡ് ചെയ്തു 4. 4നെ വീണ്ടും 2 കൊണ്ട് എഴുതി 8. 8നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തു 16, 6 അല്ലെ? വീണ്ടും 6നെ 2 കൊണ്ട് എഴുതുമ്പോൾ 12 വരുന്നത്. 2 തന്നെ വന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ സൈക്ലിക്ക് എഴുതി കഴിഞ്ഞു. എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സ്. ഓക്കെ, അപ്പോ ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ, ഇത് മൂന്നാമത്തെ. സൈക്ലിക്കിന്റെ ഓർഡർ ആണ്. ഫസ്റ്റ് നമ്പർ ഇതായിരിക്കും, സെക്കൻഡ് നമ്പർ ഇതായിരിക്കും, തേർഡ് നമ്പർ ഇതായിരിക്കും, ഫോർത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് നമ്പർ 4 എന്നാണ്. അതിനെ ഞാൻ എന്ത് പറയുന്നത്? 0 എന്ന് പറയാൻ പോകുന്നു. ജസ്റ്റ് ഇരിക്കട്ടെ, ചുമ്മാ 0 എന്ന് പറയാം. വീണ്ടും അടുത്തത് 5ാമത്തെ നമ്പർ ഏതായിരിക്കും? ഇതായിരിക്കും. 6ാമത്തെ ഇതായിരിക്കും. 7ാമത്തെ ഇതായിരിക്കും. അത് കഴിഞ്ഞ് 8ാമത്തെ നമ്പർ ഇതായിരിക്കും. വീണ്ടും 2, 4, 8, 6 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇനി നമ്മൾ നോക്കുന്നത് ഇത് 10ാമത്തെ പൊസിഷനിലുള്ള നമ്പറാണ് നമുക്ക് ആവശ്യം, അല്ലേ? അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 10നെ 4 ചാൻസ് ഉണ്ട്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24, 8, ശിഷ്ടം 2. ശിഷ്ടമാണ് നമുക്ക് വേണ്ടത്. 2ന് നേരെയുള്ള സംഖ്യ എത്ര? 4. അപ്പൊ ഇതിന്റെ വൺസ് പ്ലേസ് എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? 2/83ന്റെ വൺസ് പ്ലേസ് 2/83ന്റെ വൺസ് പ്ലേസ്. സൈക്ലിക്ക് അറിയാം 2, 4, 8, 6. ആദ്യം സൈക്ലിക്ക് എഴുതുക. എന്താണ് വൺസ് പ്ലേസ് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എഴുതുക. എത്ര ചാൻസ് ഉണ്ട്? 4 ചാൻസ് ഉണ്ട്. 83നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 24, 8, 3 ഇറക്കി, പറ്റുന്നില്ല, 0. അപ്പൊ എന്തൊന്നു? നമുക്ക് 3 ശിഷ്ടമായിട്ട് വരുന്നത്, അല്ലെ? 3 ഇവിടെ ശിഷ്ടം. 3 ശിഷ്ടമാണ് ശിഷ്ടമെങ്കിൽ എന്തെന്ന് പറയാം? 3 നമ്മുടെ ശിഷ്ടമെങ്കിൽ 3ന് നേരെയുള്ള സംഖ്യ 8. അപ്പൊ ഇതിന്റെ വൺസ് പ്ലേസ് എത്രയാണ്? 8. നമ്മൾ പഠിച്ചു. സെറ്റായില്ലേ? സെറ്റായോ ഇല്ലയോ? ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? വലിയൊരു ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒരെണ്ണം കൂടെ നോക്കിയേ. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ചോദ്യം. 434 ദ ഹോൾ റൈസ് ടു 232 ആണെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ വൺസ് പ്ലേസ് കണ്ടുപിടിക്കണം.
434 ദ ഹോൾ റൈസ് ടു 232 ഓൺസ് പ്ലേസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ 4 ആണ് ഇവിടെ ഓൺസ് പ്ലേസ്, അതിന് സൈക്കിളിൽ എഴുതും 4. ഇതിന്റെ തൊട്ടിപ്പുറത്ത് നമ്പർ ഉണ്ടെങ്കിലും ഒരു വിഷയമില്ല. ഓക്കെ, ഇതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ ഓൺസ് പ്ലേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി, യൂണിറ്റ് പ്ലേസ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും 6, വീണ്ടും 6 കൊണ്ടാകുമ്പോൾ 4 ആകുമ്പോഴത്തേക്ക് വീണ്ടും 24. ഈ രണ്ട് നമ്പേഴ്സേ വരത്തുള്ളൂ. ഒന്നാമത്തെ നമ്പർ ലാസ്റ്റ് നമ്പറിന് എപ്പോഴും 0 കൊടുക്കാവൂ. ഒന്നാമത്തെ നമ്പർ ലാസ്റ്റ് നമ്പറിന് എന്തേ കൊടുക്കാവൂ? നമുക്കുള്ള ചാൻസിൽ എന്താണ് 0 കൊടുക്കാവൂ. 2 ചാൻസേ ഉള്ളൂ. 232നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ എത്ര? 0. 0ക്ക് നേരെയുള്ള സംഖ്യ എത്ര? 6. അപ്പോൾ ഇതിന്റെ ഓൺസ് പ്ലേസ് എത്രയായിരിക്കും? 6 ആയിരിക്കും. നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഒരെണ്ണം കൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഇപ്പോൾ 432 ദ ഹോൾ റൈസ് ടു 431. 432 ദ ഹോൾ റൈസ് ടു 431 ആണ്. ഇതിന്റെ ഓൺസ് പ്ലേസ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓൺസ് പ്ലേസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ തെളിയും. ആദ്യം 2ന്റെ സൈക്കിളിൽ എഴുതുന്നു 2, 4, 4നെ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 4, 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 8, 8നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 6. ഓക്കെ, അപ്പോൾ എത്ര ചാൻസ് ഉണ്ട്? 4 ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ചാൻസ്, രണ്ടാമത്തെ ചാൻസ്, മൂന്നാമത്തെ ചാൻസ്, ഇത് 0. അവസാനം 4ാമത്തെ ചാൻസിന് എന്തെന്നെടുക്കുക? 0 തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന 431ന് 4 ഉണ്ട്. 431 ഡിവൈഡഡ് ബൈ 4, ഒരു 4 4 എഴുതി, 0 3 ഇറക്കി എഴുതി, പറ്റുന്നില്ല. 31, 7 4 28, ശിഷ്ടം 3. എന്താണ് 3ന് നേരെയുള്ള സംഖ്യ എത്ര? ഇതിന്റെ ഓൺസ് പ്ലേസ് 8 ആണ്. ഇനി ഈ നമ്പർ മാറ്റിക്കളയാം. 4 7 8 9 പിന്നെ 1 8 ദ ഹോൾ റൈസ് ടു 479. ഇതിന്റെ ഓൺസ് പ്ലേസ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓൺസ് പ്ലേസ് വേണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. ആദ്യം എന്ത് ചെയ്യണം? ഓൺസ് പ്ലേസ് 8. ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അവനെ കള, അത് നമുക്ക് വേണ്ട. നമുക്ക് 8 ആണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? 8 എഴുതി. 8നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 8നെ 8 കൊണ്ട് ചെയ്യുമ്പോൾ 64 ആണ്. അതിന് 4 എഴുതിയാൽ മതി. 4നെ വീണ്ടും 8 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 8 4 32, 32ന് 2 എഴുതിയാൽ മതി. ഒറ്റയുടെ സ്ഥാനത്തേക്ക് മാത്രം എഴുതിയാൽ മതി. 32നെ വീണ്ടും എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടുന്നു? 32നെ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 32ൽ 2 ആണ്. 2 കൊണ്ട് വീണ്ടും കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 16 ആണ് വരുന്നത്. 6. വീണ്ടും 6നെ വീണ്ടും 8 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 6നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 8 48. വീണ്ടും 8 വന്നു, നിർത്തി കഴിഞ്ഞു. ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ 0. എത്ര ചാൻസ് ഉണ്ട്? 4 ചാൻസ് ഉണ്ട്. 479നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു 4 4 7 ഇറക്കി എഴുതി, ഒരു 4 4 3 39 വന്നു. അപ്പോൾ എത്രയാണ്? 9 4 36, 9 4 36, ശിഷ്ടം 3. 3ന് നേരെയുള്ള സംഖ്യ 2. ഇതിന്റെ ഓൺസ് പ്ലേസ് എത്രയാണ്? 2 ആണ്. കണ്ടോ? സെറ്റ്. ഇനി ഇത് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം ഇതിന്റെ എന്ത് ചെയ്യും? ഇതിന്റെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉള്ള ഡിസ്കഷനും കൂടെ നമുക്ക് വരുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സെറ്റ് ആവുന്നതാണ് എനിക്ക് ഉറപ്പ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്ലേസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിന് ശേഷമുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടെയൊക്കെ എന്ത് ചെയ്യുക? നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ബാലൻസ് ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.